അച്ഛാ, അച്ഛനെന്താ മുറി കിടക്കഞ്ഞേ? പെട്ടെന്ന് സ്ഥലം മാറി കിടന്നുകൊണ്ടാവും. അവിടെ കിടന്ന് ഉറക്കം കിട്ടിയില്ല. പിന്നെ കാലിനൊരു കടച്ചലും ഉണ്ട്. അയാൾ ഞെക്കിപ്പിഴിഞ്ഞ് പോയതല്ലേ. എന്നിട്ട് അച്ഛൻ എന്താ എന്നെ വിളിക്കാതിരുന്നത്? ഞാൻ വന്നിരിക്കായിരുന്നല്ലോ അച്ഛൻ്റെ കൂടെ. എന്തിനാ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാനിവിടെ ഇരിപ്പുണ്ടല്ലോ. അച്ഛൻ കാലിന് നീട്ടി വെച്ചേ. വേണ്ട മോളെ. അച്ഛാ, കാലിന് തരാം. വേണ്ടാന്ന്. വേണ്ട മോളെ. മോളെ, അച്ഛൻ ചോദിക്കുന്നതിനോട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നതെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ്. സുജാതയായാലും ജീവൻ മോനായാലും നല്ല രീതിയിലാണ് നിന്നോട് പെരുമാറുന്നത്. ഇതൊന്നും വേണമെന്ന് വെച്ച് ചെയ്യുന്നില്ലല്ലോ അച്ഛൻ്റെ മുമ്പിൽ. നിനക്കവിടെ വിഷമമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് വിഷമം അച്ഛാ? അച്ഛൻ കാണുന്നത് തന്നെ സത്യം. അല്ലാതെ ഇക്കാര്യത്തില് അച്ഛനെ ഞാനെന്തിനാ പറഞ്ഞു പറ്റിക്കുന്നേ? അതുകൊണ്ടല്ല ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്ന് അവരോട് ആരോടും പറയൊന്നും വേണ്ട. ഇടയ്ക്കിടയ്ക്ക് ശിവാനന്ദൻ്റെയും ശ്രുതിയുടെയും സുധിയുടെയും ഒക്കെ വായന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് വീഴാറുണ്ട്. അച്ഛനത് വലിയ കാര്യമൊന്നും ആക്കാറില്ല. കാരണം എന്താ? അച്ഛൻ ഇപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ മോൾ എന്നോട് പറയുന്നതെല്ലാം സത്യമാണ്. അപ്പോൾ പിന്നെ സങ്കടമായാലും സന്തോഷമായാലും എന്നെ വിളിച്ചല്ലേ നീ ആദ്യം പറയാ. അച്ഛൻ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട. എനിക്കിവിടെ ഒരു കുറവുമില്ല, ഒരു കുഴപ്പമില്ല. ഹലോ, ഫോട്ടോ കണ്ടല്ലോ അല്ലേ? ആരാ നിങ്ങള്? ഞാൻ ആരാണെന്ന് അറിയുന്നതിലേ വലിയ പ്രയോജനമൊന്നുമില്ല. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഇടപെടുന്നേ? അതൊക്കെ എന്റെ സ്വാതന്ത്ര്യമല്ല ജ്യോതിക്കുട്ടി. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇത്രയൊക്കെ സംസാരിക്കുന്ന ആളാണെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് എന്തിനാ പേടിക്കുന്നേ?
ഇപ്പൊ ഞാൻ ആ ഫോട്ടോ ജ്യോതിയുടെ വീട്ടിലുള്ളവർക്ക് മൊത്തം അയച്ചു കൊടുത്താലും നാട്ടിലുള്ളവർക്ക് മൊത്തം കാണിച്ചു കൊടുത്താലും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്നോടും മനുവിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ശത്രുതയുണ്ടോ? ഇല്ല. എന്റെ ഒരു ശീലം എന്താണെന്നറിയോ? ഈ വഴിയിലൂടെ പോകുമ്പോൾ ചില വിലപിടിച്ച സാധനങ്ങൾ വീണ് കിട്ടില്ലേ, ചിലത് ഞാൻ കൈവയ്ക്കും, ചിലത് വിൽക്കും. അങ്ങനെ ഒരു വഴിയിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് വീണ് കിട്ടിയതാ ഈ കാഴ്ച. കയ്യിൽ വെക്കണോ വിൽക്കണോ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പ്ലീസ്, നിങ്ങളിത് മറ്റാരെയും കാണിക്കരുത്. ഇല്ല, ജ്യോതിയുടെ ഏട്ടനെ കാണിച്ചാ അയാൾ ജ്യോതിയെ കൊല്ലും. ജ്യോതിയുടെ അമ്മയെ കാണിച്ചാ അമ്മ വേദനിച്ചു ചാവും. അപ്പൊ പിന്നെ ഇതാരെയും കാണിക്കാൻ പാടില്ലല്ലോ. താങ്ക്സ്. വീണ് കിട്ടിയൊരു നിധി അത് ഞാൻ വെറുതെ തരുമോ? പകരം എനിക്ക് എന്ത് തരും? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ആ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഞാൻ ഇനിയും വിളിക്കും. പക്ഷേ ഈ നമ്പർ ബ്ലോക്ക് ചെയ്യാനോ ഇതിന്റെ ഉടമസ്ഥനെ തിരയാനോ ജ്യോതി നോക്കണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ തൊട്ടടുത്ത നിമിഷം സോഷ്യൽ മീഡിയ മുഴുവൻ ഈ ഫോട്ടോസ് ഇങ്ങനെ പറന്ന് കളിക്കും. ദാറ്റ് മീൻസ് ഇനി മുതൽ അങ്ങോട്ട് ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ജ്യോതി അനുസരിച്ചേ പറ്റൂ. ഗുഡ് നൈറ്റ്. ഹലോ ഹലോ, ജോ പറഞ്ഞത് സത്യോ? ഞാനും മനു ഒന്നിച്ചുള്ള ഫോട്ടോ ആരോ എടുത്തത് കണ്ടു എന്ന് പറഞ്ഞത് സത്യം തന്നെയാ. അവൻ തന്നെയാ വിളിച്ചത്. ഞാനിനി എന്ത് ചെയ്യും? അച്ഛൻ ഉറങ്ങിപ്പോയി, ഞാനും ഉറങ്ങിപ്പോയി. എന്റെ ദൈവമേ, ഞാൻ പേടിച്ചുപോയി. ഇതിലെന്താ സുജാത ഇത്ര പേടിക്കാൻ? പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെയും കാര്യമാണെങ്കിൽ ഇതാദ്യമായിട്ട് സംഭവിച്ചൊന്നുമല്ല. വീട്ടിൽ ഞാൻ കിടക്കുന്നൊരു ചാരുകസര കണ്ടിട്ടില്ലേ, അതിനകത്തിരുന്ന് സംസാരിച്ചുകൊണ്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോകുന്ന കാണാം. നേരം വെളുക്കുമ്പോൾ കാലിച്ചുവട്ടിൽ എവിടെയും കാണാം. എന്നാലും ഇത് ഇത്തിരി കടുത്ത കൈയായിപ്പോയി. ഇനി മുതല് ഇങ്ങനെ സംസാരിച്ചിരിക്കണമെങ്കിൽ ഞാനും കൂടി വരാം, അച്ഛന്റെയും മോളുടെയും കൂടെ. എന്നിട്ട് അമ്മയ്ക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങാനാണോ? അല്ല സുജാതെ, രഘു രാത്രി വരുമെന്നല്ലേ പറഞ്ഞേ? എന്തായാലും വരാത്തെ? രഘുവേട്ടൻ ഇന്ന് ഉച്ച കഴിയും വരാൻ. മണ്ണാർക്കാട് നമുക്കൊരു 32 സെന്റ് പ്രോപ്പർട്ടി ഉണ്ട്. കുറേ കാലമായിട്ട് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നൊന്നുമില്ല. ആകെ കാട് പിടിച്ച് കിടക്കുക. ഇവിടുന്ന് ആരാ അത്ര ദൂരമൊക്കെ പോയി നോക്കുന്നത്? ഇത്തവണ വന്നപ്പോ അതങ്ങ് വിറ്റാലോന്ന് രഘുവേട്ടൻ ചോദിച്ചു. ഞാനങ്ങ് സമ്മതവും പറഞ്ഞു. അതിന്റെ കാര്യത്തിന് വേണ്ടി അവിടെ നിൽക്കുക. ആളായിട്ടുണ്ട്,
ഇനി രജിസ്ട്രേഷന്റെ തീയതിയും മറ്റും നിശ്ചയിക്കണം. രഘുവേട്ടൻ പോകുന്നതിന് മുൻപ് അത് നടത്തുകയും വേണമല്ലോ. നല്ല കാര്യത്തിനാണെങ്കിലും ഒരു കുഴപ്പമില്ല. നല്ല കാര്യം തന്നെയാ. അത് വിറ്റ് കിട്ടുന്ന തുക മോളുടെ പേരിൽ ബാങ്കിലിടാനാ രഘുവേട്ടന്റെ തീരുമാനം. ആ, അതെന്തായാലും നന്നായി. ഇനിയിപ്പോ വളരെ പെട്ടെന്ന് തന്നെ ജ്യോതിമോളുടെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഒരു സമ്പാദ്യം അവളുടെ പേരിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അവിടെയാ സദാനന്ദേട്ടന് തെറ്റിയത്. ജ്യോതിയുടെ പേരിൽ ബാങ്കിലിടുന്ന കാര്യമല്ല, നിത്യയുടെ പേരിൽ ബാങ്കിലിടുന്ന കാര്യമാണ് പറഞ്ഞത്. അയ്യോ അമ്മേ, അതൊന്നും വേണ്ട. എങ്ങനെ? അത് നീയാണോ തീരുമാനിക്കുന്നത്? അതൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾ കാരണവന്മാരുണ്ട്. പിന്നെ അനുവാദത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സദാനന്ദേട്ടനോട് ചോദിച്ചോളാം. വേണ്ടെന്ന് പറച്ച. ഇനി എന്റെ പേരില് സ്വകാര്യ സമ്പാദ്യം കൂട്ടാഞ്ഞിട്ടാ. ഇത് രഘുവേട്ടന്റെ തീരുമാനമാ. തൽക്കാലം അതിനെ എതിർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനെന്നാ അടുക്കളയിലേക്ക് ചെല്ലട്ടമ്മേ. സുജാതയും രഘു അവളെ നോക്കുന്ന രീതി എന്താ മോളെ കാണിക്കുന്നത്? ഒന്നുമില്ലമ്മേ, വായിക്കെന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ. എന്താ മോളെ നിനക്ക്? അച്ഛനോട് സംസാരിച്ച് നിൽക്കുമ്പോഴും ഞാൻ നിന്നെ ശ്രദ്ധിച്ചു. എന്തോ അസ്വസ്ഥതയുണ്ട് നിനക്ക്. അമ്മേ, അത് നമുക്കിടയിൽ രഹസ്യങ്ങൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയുന്നുണ്ടോ നീ? ഞാൻ മറച്ചു വെക്കുന്നില്ല അമ്മേ. ഇന്നലെ അച്ഛന്റെ ചികിത്സ കഴിഞ്ഞ് അയാൾ മടങ്ങിയപ്പോ നിത്യ, താനീ നേരം വരെ ഭക്ഷണം കഴിച്ചില്ലല്ലോ. എന്തെങ്കിലും ഒരു കാര്യം വന്നാലേ അത് ചെയ്ത് തീർക്കാന്നല്ലാതെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന ശീലം ഇയാൾക്കില്ലെന്നേ. അച്ഛന്റെ മുന്നിൽ നല്ലവനാവാൻ ജീവൻ ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ. അച്ഛനെ കൂടുതൽ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാ എനിക്ക് വാരിത്തരാൻ വന്നതെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ എന്തു വെച്ചടോ? എരിവ് കൂടുതലുണ്ടോ? ദാ ആ ചോറ് മുഴുവൻ മുളക് പൊടിയായിരുന്നു.
എന്റെ ചങ്കൊക്കെ കത്തിപ്പോയമ്മേ. ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോ ഭക്ഷണത്തിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കാരണം പറഞ്ഞു. എല്ലാം മനസ്സിലാക്കിയിട്ട് പിന്നെ എന്തിനു നീ അത് കഴിച്ചത്? എതിർത്ത ബഹളം വെക്കില്ലേ, തല്ലില്ലേ? ചിലപ്പോ അച്ഛന്റെ മുന്നിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ഇനി ഞാൻ എന്ത് ചെയ്യും? അച്ഛനെ കൂട്ടിക്കൊണ്ടുവരുന്നു, ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നു, അച്ഛന്റെ ചികിത്സയെക്കുറിച്ച് വിവരങ്ങൾ തിരക്കുന്നു, അച്ഛന്റെ മുമ്പിൽ വെച്ച് അച്ഛന്റെ മോളെ ഊട്ടുന്നു. എന്റെ പാവ അച്ഛന് ഇതിൽ കൂടുതലൊന്നും വേണ്ട അമ്മ. അച്ഛന്റെ മുഖത്തും ചിരിയിലും സംസാരത്തിലും ഒക്കെ സന്തോഷമുണ്ട്. എനിക്കിത് കെടുത്തിക്കളയാൻ പറ്റുമോ? എരിഞ്ഞ് ദഹിച്ചാലല്ല, ചത്തപ്പോലും എനിക്കതിന് പറ്റില്ലല്ലോ. ഇനി മുതൽ എന്ത് കാര്യം ഉണ്ടായാലും മോൾ ഇതുപോലെ അമ്മയോട് തുറന്നു പറയണം. അതുപോലെ അവൻ അടുത്ത് വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ട് തരുമ്പോഴും സൂക്ഷിക്കണം. അമ്മ അമ്മ ഇതിപ്പോ ചോദിക്കാൻ പോവാണോ? ഇനി കൂട്ടുവെക്കലില്ല. ചോദിക്കാനുള്ളതെല്ലാം അപ്പപ്പ ചോദിക്കണം. അപ്പപ്പ തന്നെ പ്രതികരിക്കുകയും വേണം. അമ്മ, അച്ഛൻ അച്ഛനറിയില്ല, പക്ഷെ അവൻ എന്തായാലും അറിയണം എല്ലാം. രാവിലെ നിത്യമോള് ഭക്ഷണം സ്വയം കഴിക്കണോ അതോ നീ വാരി കൊടുക്കുവോ? അവളുടെ അച്ഛന്റെ മുമ്പിൽ വെച്ചായതുകൊണ്ട് ഇന്നലെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ പോലും എന്റെ കുട്ടിക്ക് അതിന്റെ അസ്വസ്ഥത മാറിയിട്ടില്ല. ഞാൻ ഭക്ഷണം വാരി കൊടുത്ത് സത്യോ, അല്ലാതെ വേറൊന്നും. നീ ബുദ്ധിമാനാണെന്ന് കരുതിക്കോളൂ, അതിൽ കുഴപ്പമില്ല. പക്ഷെ ബാക്കി എല്ലാവരും മണ്ടന്മാരാണെന്ന് കരുതരുത്. അവൾക്കെടുത്ത ചോറിൽ നീ എന്താ ഇന്നലെ ചേർത്തത്? ഇവിടെ ചോദിച്ചത് കേട്ടില്ലേ? ഫംഗ്ഷന്റെ ദിവസം അവളുടെ മുഖം പൊള്ളിക്കാൻ നീ നോക്കി. ഇപ്പൊ ഭക്ഷണത്തിൽ എന്തോ ചേർത്ത് അവളെ അപകടപ്പെടുത്താൻ നോക്കി. അവളെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടോ നീ? അമ്മ ചുമ്മാ അവള് പറയുന്നത് കേട്ടോ ഓരോന്നും.